ആദ്യം കുറേ പോയി. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ബോസൻ രാജീവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്ലസ് വണ്ണിൽ നമ്മൾ എക്കണോമിക്സിൽ ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് പറയുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില നയങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബ്രിട്ടീഷുകാർ രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സുകളാണ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുക. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അതാണ്, കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ ഒന്നത്. രണ്ട്, ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ടു ദ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള മാർക്കറ്റാക്കി ഇന്ത്യയെ കാണുക. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റീവ്സുകളാണ് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നത്. പരീക്ഷയിൽ ചോദിക്കുന്ന വാട്ട് ആർ ദ ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാം? നമ്പർ 1, ഒന്ന്, ടു കളക്ട് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക. രണ്ട്, ഇന്ത്യ ഇൻ ടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്, ബ്രിട്ടൻ്റെ നിർമ്മിത വസ്തുക്കൾ വിൽക്കുവാനുള്ള ഉപാധിയാക്കി അല്ലെങ്കിൽ അതിനുള്ള മാർഗമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറയാം, ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് ബ്രിട്ടീഷേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്, ഇന്ത്യയിൽ നിന്നും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ടു കളക്ട് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ. രണ്ട്, ഇന്ത്യ ഇൻ ടു ദി മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചേർഡ് ഗുഡ്സ്, ബ്രിട്ടൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനുള്ള മാർക്കറ്റാക്കി ഇന്ത്യയെ കാണുക. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ പറയുന്നത്, ഇന്ത്യയുടെ നാഷണൽ ഇൻകവും പെർ ക്യാപിറ്റ ഇൻകവും ഒന്നും കണക്കാക്കാൻ ആര് തയ്യാറായിരുന്നില്ല? ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. ദ ബ്രിട്ടീഷേഴ്സ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ കണക്കാക്കാൻ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് കണക്കാക്കിയിരുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രകാരന്മാരാണ്. ദ ഫേമസ് ഇന്ത്യൻ എക്കോണമിസ്റ്റ് കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അങ്ങനെയുള്ള സാമ്പത്തിക ശാസ്ത്രകാരന്മാർ ഒരു 3-4 പേരുണ്ട്. അവരുടെ പേര് പഠിക്കണം. ഒന്ന്, ദാദാഭായ് നവറോജി. ഒന്നാമത്തെ ആളിൻ്റെ പേര് ദാദാഭായ് നവറോജി. രണ്ട്, വില്യം ഡിഗ്ബൈ. അടുത്ത ഷിറാസ്, VKRV റാവു, RC ദേശായി തുടങ്ങിയ പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രകാരന്മാരാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയിരുന്ന ആൾക്കാർ. അപ്പോൾ ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഷിറാസ്, VKRV റാവു, RC ദേശായി. ഇവരെല്ലാം ആരാണ്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ ആൾക്കാർ. അപ്പം എന്തിനാണ് നമ്മൾ പറഞ്ഞ ദ ബ്രിട്ടീഷേഴ്സ് നെവർ കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. ഇന്ത്യയുടെ ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ കണക്കാക്കാൻ ആരും തയ്യാറായിരുന്നില്ല, ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിരുന്ന പ്രധാനപ്പെട്ട ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രകാരന്മാരൊക്കെയാണ്? ദാദാഭായ് നവറോജി, വില്യം ഡിഗ്ബൈ, ഷിറാസ്, VKRV റാവു, RC ദേശായി തുടങ്ങിയ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് മേഖലയിൽ അവർ ഇന്ത്യയെ ഭരിച്ചു. അതിൽ പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് മേഖലകളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അല്ല, ഒന്നാമത്തെ മേഖലയുടെ പേരാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറഞ്ഞാൽ കൃഷി അല്ലെങ്കിൽ കാർഷികം. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സിൽ പറയുന്നത്, ഇന്ത്യ ഒരു അഗ്രേറിയൻ ഇക്കോണമിയാണ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്, ഇന്ത്യ ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ഒരുപാട് ജനങ്ങളും ഏത് മേഖലയിലാണ് ആശ്രയിക്കുന്നത്? കാർഷിക മേഖലയാണ് ആശ്രയിക്കുന്നത്. ബട്ട് ബ്രിട്ടീഷേഴ്സ് ഫോളോഡ് ദ പോളിസി ഓഫ് സ്റ്റാഗ്നേഷൻ. പക്ഷേ ബ്രിട്ടീഷുകാർ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ തകർച്ച
തകർച്ചയുടെ ഒരു നയമായിരുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നത്, ഫോളോ ചെയ്തിരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യ എന്തിനാണ്? ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്, കാർഷിക രാജ്യമാണ്. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അഗ്രികൾച്ചർ. ഒരുപാട് ജനങ്ങളും ഏത് മേഖലയെ ആശ്രയിക്കുന്നു? അഗ്രികൾച്ചർ സെക്ടറിനെ ആശ്രയിക്കുന്നു. ബട്ട് ബ്രിട്ടീഷേഴ്സ് ഫോളോഡ് ദി സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. പക്ഷേ ബ്രിട്ടീഷുകാർ പിന്തുടരുന്ന നയം എന്താണ്? ഇന്ത്യൻ അഗ്രികൾച്ചറിനെ സ്റ്റാഗ്നേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തകർക്കുന്ന നയമാണ് ആര് ഫോളോ ചെയ്തിരുന്നത്? ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനുള്ളൊരു ഭാഗം ഇതാണ്. ആ സ്റ്റാഗ്നേഷനുള്ള റീസൺസുകൾ എന്തൊക്കെയാണെന്നാണ്. വാട്ട് ആർ ദ റീസൺസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ? ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഗ്നേഷനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ അഗ്രികൾച്ചർ റീസൺസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തെല്ലാം? അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. പോയിന്റിന്റെ പേര് ഇതാണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ചൂഷണപരമായ ഭൂനികുതി സമ്പ്രദായം. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്. എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്നത്. രണ്ടാമത്തത് ലോ ലെവൽ ഓഫ് ടെക്നോളജി. താഴ്ന്ന സാങ്കേതിക വിദ്യ. അടുത്ത ലോ ലെവൽ ഓഫ് ഫെർട്ടിലൈസർ. വളങ്ങൾ താഴ്ന്ന രീതിയിൽ ഉപയോഗിച്ചത്. അടുത്ത ലോ ലെവൽ ഓഫ് ഇറിഗേഷണൽ ഫെസിലിറ്റീസ്. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചന സൗകര്യം, ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അടുത്തത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വാണിജ്യവൽക്കരണം. അതിനൊരു പേര് ഇതാണ്, കൃഷിയുടെ വാണിജ്യവൽക്കരണം. കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഇന്ത്യൻ കർഷകർ ഫുഡ് ക്രോപ്പിൽ നിന്ന് ക്യാഷ് ക്രോപ്പിലേക്ക് ഒരു മാറ്റം നടത്തി. ഫുഡ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഭക്ഷ്യവിള. ആ വിളയിൽ നിന്ന് ക്യാഷ് ക്രോപ്പ് മീൻസ് നാണ്യവിള. ഇപ്പോൾ ഭക്ഷ്യവിളയിൽ നിന്നും നാണ്യവിളയിലേക്ക് മാറി. ആ മാറ്റത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ സ്റ്റാഗ്നേഷന് വഴിതെളിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന്, എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ്, ചൂഷണപരമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായം. ലോ ലെവൽ ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ കുറവ്. ലോ ലെവൽ ഓഫ് ഫെർട്ടിലൈസർ യൂസ്, വളങ്ങളുടെ കുറവ്. ലോ ലെവൽ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യത്തിൻ്റെ കുറവ്. അടുത്ത കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കൃഷിയുടെ വാണിജ്യവൽക്കരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതിന് വഴിതെളിച്ചത്? ഇന്ത്യൻ അഗ്രികൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക മേഖലയുടെ തകർച്ചയിലേക്ക് വഴിതെളിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇതെല്ലാമായിരുന്നു. ഓക്കെ യെസ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഈ പോയിന്റിനകത്ത് വരുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ചൂഷണപരമായിട്ടുള്ള ഭൂനികുതി സമ്പ്രദായമാണ്. ആ ഭൂനികുതി സമ്പ്രദായം, ചൂഷണപരമായിട്ടുള്ള ആ ഭൂനികുതി സമ്പ്രദായം 3 രീതിയിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പം ലാൻഡ് സെറ്റിൽമെന്റിലെ 3 പ്രധാനപ്പെട്ട ഫോംസുകൾ ഏതൊക്കെയെന്ന് ചോദിക്കും. 3 പ്രോമിനന്റ് ഫോംസ് ഓഫ് ലാൻഡ് സെറ്റിൽമെന്റ്. ഭൂവ്യവസ്ഥയുടെ 3 പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഏതെല്ലാം? അതിൽ ഒന്നാമത്തെ വ്യവസ്ഥയാണ് സെമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തേന്റെ പേര് റൈറ്റ് ബൈ സിസ്റ്റം. മൂന്നാമത്തെ പേര് മഹൽവാരി സിസ്റ്റം. അപ്പോൾ ലാൻഡ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഭൂനികുതിയുടെ പ്രധാനപ്പെട്ട 3 ഫോംസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഫോം ഏതാണ്? ജമീന്ദാരി സിസ്റ്റം.
റൈറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. ഇതാണ് 3 പ്രധാനപ്പെട്ട ഫോംസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെമീന്ദാരി സിസ്റ്റം. സെമീന്ദാരി സിസ്റ്റത്തിൽ സെമീന്ദാർസ് ആർ ദി അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. ലാൻഡിന്റെ യഥാർത്ഥ അവകാശികളാരാണ്? സെമീന്ദാർമാരാണ്. അപ്പോൾ ഇന്ത്യയിൽ ബംഗാൾ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ സെമീന്ദാരി സിസ്റ്റം ബ്രിട്ടീഷുകാർ കൂടുതൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ദ സെമീന്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെന്റഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ഡ്യൂറിങ് ഇൻ ദി ബംഗാൾ പ്രസിഡൻസ്. ബംഗാൾ പ്രസിഡൻസിലാണ് ബ്രിട്ടീഷുകാർ ഈ സിസ്റ്റം കൂടുതലായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? നടപ്പിലാക്കിക്കൊണ്ട് ഇരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചർ സെക്ടറിനകത്ത് പറയാനുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനകത്ത് പറയേണ്ടത് ഇന്ത്യ ഒരു അഗ്രേറിയൻ എക്കോണമിയാണ്. ഒരുപാട് ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ നയങ്ങളെല്ലാം കാർഷിക മേഖലയെ തകർക്കുന്നതായിരുന്നു. ആ തകർക്കുന്ന നയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പറയുക. ചൂഷണപരമായ ഭൂനികുതി സമ്പ്രദായം, വളങ്ങൾ ഉപയോഗിച്ച കുറവ്, ജലസേചന സൗകര്യത്തിൻ്റെ അഭാവം, സാങ്കേതിക വിദ്യയുടെ കുറവുകൾ, പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ്. ഇനി അതിനകത്ത് നമ്മൾ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ അതിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ലാൻഡ് സെറ്റിൽമെൻറ്റിൽ വരുന്ന ഒരു പോയിന്റാണ് നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് സെമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെമീന്ദാരി എന്ന് പറയുന്നത് ഈ ലാൻഡ് സെറ്റിൽമെന്റ് നടപ്പിലാക്കിയപ്പോഴുള്ള 3 പ്രധാനപ്പെട്ട ഫോംസുകളിൽ ഒരു പ്രധാനപ്പെട്ട ഫോംസാണ് സെമീന്ദാരി സിസ്റ്റം. രണ്ടാമത്തെ റൈറ്റ്വാരി, മഹൽവാരി. അപ്പോൾ സെമീന്ദാരി സിസ്റ്റത്തിൽ സെമീന്ദാർമാരാണ് അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ലാൻഡിന്റെ ഓണർമാരെന്ന് പറയുന്ന ആരാണ്? സെമീന്ദാർമാരാണ്. അപ്പോൾ അവരാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? ലാൻഡിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ അവകാശികൾ എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം അതില് ഈ സെമീന്ദാരി സിസ്റ്റത്തിൽ സെമീന്ദാർമാരാണ് അൾട്ടിമേറ്റ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ലാൻഡ് കൈയടക്കി വെച്ചിരുന്നത്. അവര് ഈ ഭൂമി മറ്റുള്ളവർക്ക് എന്ത് ചെയ്തിരുന്നു? നൽകുകയാണ്. പിടികിട്ടിയോ? ഇത്രയും കാര്യങ്ങളാണ് അഗ്രികൾച്ചർ സെക്ടറിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത നമ്മൾ ഇതിനകത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറാണ് പറയാൻ പോകുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടർ എത്രയാണ്? എത്ര മിനിറ്റ് ആയെന്ന് പറയാം മൊത്തം വീഡിയോ? അപ്പൊ അടുത്ത മേഖലയുടെ പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പോളിസി വിളിക്കുന്ന പേരാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ. ഈ മേഖലയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നയത്തിന്റെ പേരാണ് ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ വികേന്ദ്രീകൃത വ്യവസായ നയമായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയൽ പോളിസി നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കംപ്ലീറ്റ് പ്രോബ്ലംസിലുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട പ്രോബ്ലംസിലാണ് ഒന്നാമത്തെ പ്രോബ്ലമായിട്ട് നമ്മൾ പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഇമ്പാക്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ പരിണിത ഫലമായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് the Britishers followed the policy. ഇന്ത്യൻ വ്യവസായങ്ങൾ തകർക്കുന്ന, ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ തകർക്കുന്ന നയമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രികളെ തകർക്കുന്ന നയമാണ് കൊണ്ടുവന്നത്, ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി. അപ്പൊ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ തകർക്കുന്ന ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെ തകർക്കുന്ന നയമാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത്. അപ്പൊ ആ നയത്തെ, ആ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രികളൊക്കെ തകർന്നപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി. അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി. ജനങ്ങൾക്കൊന്നും ജോലി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വ്യവസായം തകർന്നപ്പോഴത്തേക്കും ആളുകൾക്ക് ജോലി ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി തകർന്നു. പിന്നെ അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ഒരുപാട് ബാക്ക്വേർഡ്നെസ് ഉണ്ടായി, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരുപാട് പിന്നോക്കമായ ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ
the modern industries are began to develop after 19th century. The modern industries are began to develop. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് എന്ത് ചെയ്തത്? 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇന്ത്യയിൽ കുറേയധികം മോഡേൺ ഇൻഡസ്ട്രികൾ ഡെവലപ്പ് ചെയ്തു. മോഡേൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും പേപ്പർ, ഷുഗർ, പിന്നെ സിമന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു. പിന്നെ ഇന്ത്യയിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസായമാണ് കോട്ടൺ ജൂട്ട് എന്ന് പറയുന്നത്. കോട്ടൺ ജൂട്ട്, പരുത്തി വ്യവസായം, ചണ വ്യവസായം, ജൂട്ട് ഇൻഡസ്ട്രി, ഇതൊക്കെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യവസായമാണ്. പിന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്, ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ആയിട്ട് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത് 1907 സിസ്കോ എന്നറിയപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. സിസ്കോ എന്ന് പറഞ്ഞാൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നാണ് ഈ വ്യവസായത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബീഹാറിലെ ജംഷഡ്പൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ജംഷഡ്പൂർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ആളിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച ടിസ്കോ എന്ന് പറയുന്ന വ്യവസായമാണ് 1907 സ്ഥാപിച്ചത്. ജംഷഡ്പൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. ആ വ്യവസായമാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതെന്താണ്? 1907. ദ ലാൻഡ് മാർക്ക് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ വഴിത്തിരിവ്, നാഴികക്കല്ല്, പ്രധാന സംഭവം എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു 1907 ടിസ്കോ എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്ത ആരാണ്? ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ആളാണിത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ മറ്റൊരു പ്രത്യേകത പറയുന്നത്, ഇന്ത്യയിൽ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തില്ല. ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്, അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തുള്ളൂ, ആ മെഷീനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്ത് സ്ഥാപിക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചക്രച്ചിലവുള്ളപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നില്ല, അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിന് ഡെവലപ്മെന്റിന് മുതിർന്നില്ല. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഒന്നും ഇന്ത്യയിൽ നല്ല രീതിയിൽ വികാസം പ്രാപിച്ചിരുന്നില്ല. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് GDP യിലേക്കുള്ള, അതായത് രാജ്യത്തിന്റെ മൊത്തം വികസനത്തെ നമ്മൾ പറയുന്ന പേരാണ് GDP. ആ GDP യിലേക്കുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറഞ്ഞു. ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയുടെ സംഭാവന എന്ത് ചെയ്തു, വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യൻ വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസിയാണ് നടപ്പിലാക്കിയത്. പിന്നെ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ തന്നെ തകർന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായി. പിന്നെ കുറേയധികം മോഡേൺ ഇൻഡസ്ട്രീസുകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു. സിമന്റ്, പേപ്പർ, ഷുഗർ പോലുള്ള വ്യവസായങ്ങൾ രൂപപ്പെട്ടു. കോട്ടൺ, ജൂട്ട് പോലുള്ള വ്യവസായങ്ങൾ രൂപപ്പെട്ടു. ഇനി ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു 1907 ടിസ്കോ എന്നറിയപ്പെടുന്ന ഇൻഡസ്ട്രീസിന്റെ സ്ഥാപനം, അല്ലെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന വ്യവസായം ഇന്ത്യയിൽ സ്ഥാപിച്ചത്. അപ്പോൾ ആ വ്യവസായത്തിന്റെ സ്ഥാപനത്തോടു കൂടി ഇന്ത്യയിൽ ഒരു പുതിയ ഇൻഡസ്ട്രിയുടെ കാര്യത്തിൽ ഒരു പുതിയ വഴിത്തിരിവ് ഉണ്ടായി. പിന്നെ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് ആവശ്യമായ മെഷീൻസും മറ്റു കാര്യങ്ങളൊക്കെ വേണമായിരുന്നു, ഫിനാൻസ് വേണമായിരുന്നു. അപ്പോൾ അതൊന്നും കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ തയ്യാറായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് GDP യിലേക്കുള്ള വളർച്ച വളരെ എന്ത് ചെയ്തു, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് GDP യിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കോൺട്രിബ്യൂഷൻ നന്നായിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു. ഇപ്പോൾ 2 സെക്ടറുകളാണ് നമ്മൾ പഠിച്ചത്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 3ാമത്തെ സെക്ടർ, ഫോറിൻ ട്രേഡ് എന്ന് പറയുന്ന ആ സെക്ടർ മുതൽ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ.